നമസ്കാരം മക്കളെ, സുമൻ സാറാണ്. നമ്മുടെ പ്ലസ് വൺ ഇംപ്രൂവ്മെന്റ് റിസൾട്ടൊക്കെ എത്തി. പക്ഷെ പല കുട്ടികൾക്കും ഇപ്പം സംശയങ്ങളും കുറെ പരാതികളും ഒക്കെ ഉണ്ട്. ഇതിന്റെ സത്യാവസ്ഥയും കാര്യങ്ങളും അവരുടെ മനസ്സിലുള്ള കുറച്ച് സംശയങ്ങളും ഒക്കെ ഒന്ന് ക്ലിയർ ആക്കാൻ വേണ്ടിയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അതുകൂടാതെ നമ്മുടെ ഈ വർഷത്തെ പ്ലസ് വൺ ഇംപ്രൂവ്മെന്റിന്റെ കുറച്ച് ഡേറ്റാസും കിട്ടിയിട്ടുണ്ട്. അത് നിങ്ങളുടെ മുന്നിൽ ഒന്ന് അവതരിപ്പിക്കുകയാണ്. നമ്മുടെ ഒന്നാമത്തെ കാര്യം, നമുക്ക് ഈ വർഷം ഏകദേശം 3,16,000 സംതിങ് 3,16,396 അതാണ് കറക്റ്റ്. ഇത്രയും കുട്ടികളാണ് പ്ലസ് വൺ ഇംപ്രൂവ്മെന്റ് എക്സാം എഴുതിയത്. ഇതിനുള്ളിൽ നമുക്ക് മാർക്ക് മെച്ചപ്പെടുത്തിയത് 35,812 കുട്ടികൾക്ക് മാത്രം. അത്രേ ഉള്ളൂ മാർക്ക് മെച്ചപ്പെട്ടത് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 12%, 11% അത്രയൊക്കെ ഉള്ളൂ കേട്ടോ. 12% കുട്ടികൾക്ക് മാർക്ക് മെച്ചപ്പെടുത്താൻ കഴിഞ്ഞിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ 100 പേര് എഴുതിയിട്ടുണ്ടെങ്കിൽ 12 കുട്ടികൾക്ക് പ്രയോജനപ്പെട്ടു. 88 കുട്ടികൾക്കും വലിയ പ്രയോജനമൊന്നും കിട്ടിയിട്ടില്ല എന്നർത്ഥം. അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഡേറ്റ. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30% മേളിൽ നേരത്തെ വാങ്ങിച്ചിരുന്നവർ 68% ആയിരുന്നു. ഇതൊക്കെ എല്ലാം പെർസെന്റേജ് ആണ് കേട്ടോ. എന്ന് പറഞ്ഞാൽ നമുക്ക് ജയിക്കാൻ വേണ്ടത് 30% ആണ്. ഈ 30% മുകളിൽ വാങ്ങിച്ചവര് 68% ആയിരുന്നു. 68% കുട്ടികളുണ്ടായിരുന്നു. അതിപ്പോൾ ഏകദേശം ഒരു 78 കൂടിയിട്ടുണ്ട്. ഇതാണ് നമുക്ക് ഈ വർഷം സംഭവിച്ച പ്ലസ് വൺ ഇംപ്രൂവ്മെന്റ് റിസൾട്ട് കൊണ്ടുള്ള കാര്യം. ഇനിയിപ്പോ നമുക്ക് പല രീതിയിൽ കൂടെ ഉള്ള കാര്യങ്ങൾ പറയുവാണെങ്കിൽ, കഴിഞ്ഞ വർഷം തോറ്റവർ മീൻസ് 2024 തോറ്റ കുട്ടികൾക്ക് ഇനിയിപ്പോ നമുക്ക് പ്ലസ് ടു കൂടി അവർ എഴുതിയിട്ടുണ്ടാവും പലരും. അതും കൂടി വന്നെങ്കിൽ നമുക്ക് അവര് പാസ്സായോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് കൃത്യമായിട്ട് പറയാൻ പറ്റും. ഇപ്പൊ പ്ലസ് വൺ ഇംപ്രൂവ്മെന്റ് ഇപ്പൊ പലർക്കും മാർക്ക് കൂടുകയും കുറയുകയും ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് പ്രത്യേകിച്ച് പറയാനുള്ളത് മാത്സ് ആണ്. എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്ത സബ്ജക്റ്റിലെ ഒന്നാമൻ. ഇത്തിരി എളുപ്പമായതിന്റെ പേരിലായിരിക്കണം നന്നായിട്ട് മാത്സിന് നല്ല പോലെ മാർക്ക് കയറിയിട്ടുണ്ട്. മറ്റുള്ള സബ്ജക്ട്സിനൊന്നും അത്രയും കയറിയിട്ടില്ല. ഇംഗ്ലീഷിനൊന്നും വലുതായിട്ടൊന്നും ഒരു പ്രയോജനം ഉണ്ടായിട്ടില്ല. മാത്സ് പക്ഷെ നന്നായിട്ട് മാർക്ക് നേടിയിട്ടുണ്ട്. അപ്പൊ ഇനിയിപ്പോ നമ്മുടെ പ്ലസ് ടു കഴിഞ്ഞ വർഷം സേ എഴുതിയ കുട്ടികൾ, മീൻസ് സേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷം തോറ്റിട്ട് ഈ വർഷം എഴുതിയവരിൽ അവരുടെ ആ മാർക്ക് കൂടെ വന്നെങ്കിലേ നമുക്ക് ഏതാ ജയിച്ചോ ഇല്ലയോ കൃത്യമായിട്ടൊക്കെ പറയാനും പറ്റുള്ളൂ. മറ്റൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല കുട്ടികളും പ്ലസ് ടു എഴുതണ്ടാഞ്ഞിട്ട് എഴുതിയ കുട്ടികളുണ്ട്. മീൻസ് പല സ്കൂളുകളിൽ നിന്നാണേലും പലയിടത്തുനിന്ന് കിട്ടിയ ഇൻഫർമേഷൻ വെച്ചുകൊണ്ട് അവർ എഴുതണ്ടല്ല, പക്ഷെ അവർ അതുകൂടെ പോയി എഴുതിയിട്ടുമുണ്ട്. ഇങ്ങനെയുള്ള കുറേ കുഴപ്പങ്ങൾ വന്നിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് ക്ലിയർ ചെയ്ത് എങ്ങനെയൊക്കെ ആവും എന്നുള്ളത് ഇത്തിരിയുടെ സമയം വേണം. എന്നെങ്കിലും നമുക്ക് അതിന് കൃത്യമായിട്ടുള്ള ഒരു മറുപടി നിങ്ങൾക്ക് തരാൻ പറ്റുള്ളൂ. ഞാൻ അന്വേഷിക്കുന്നുണ്ട്. മാക്സിമം നിങ്ങളോട്ട് അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളോട് എത്തിക്കും. ഇപ്പൊ പല കുട്ടികളും പ്ലസ് വൺ ഇംപ്രൂവ്മെന്റ് മാത്രമേ എഴുതാൻ ഉദ്ദേശിച്ചുള്ളൂ. പക്ഷേ സ്കൂളിൽ ചെല്ലുമ്പോൾ രണ്ടും കൂടി എഴുതണമെന്ന് പറഞ്ഞ് പ്ലസ് ടു കൂടി എഴുതി. അങ്ങനെ എഴുതിയവർക്ക് കഴിഞ്ഞ വർഷത്തെ മാർക്കാണോ ഇനി ഇതാണോ എന്നൊക്കെ ഉള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ട്. കഴിഞ്ഞ വർഷം ഇതിലും കൂടുതൽ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം എഴുതുമ്പോൾ അത്രയും കൂടെ പ്ലസ് ടുവിന് ഉണ്ടാവണമെന്നില്ല. അപ്പൊ അങ്ങനെയുള്ള കുഴപ്പങ്ങളുണ്ട്. ചില പിന്നെ എഴുതാൻ പോയിട്ടില്ലായിരുന്നു, അത് ആബ്സെന്റ് ആയിട്ടുണ്ട്. ഇങ്ങനെ പല പ്രശ്നങ്ങളുണ്ട്. അതിന്റെയൊക്കെ ക്ലിയർ ആയിട്ടുള്ളത് നമുക്ക് ഇത്തിരിയുടെ സമയം വേണം. എന്നെങ്കിലും അവർക്ക് എന്തെങ്കിലും ഒരു തീരുമാനം എടുത്ത് അതിനെക്കുറിച്ച് ഒരു കാര്യം കൺക്ലൂഷൻ തരാൻ പറ്റുള്ളൂ. അതും നമ്മൾ മാക്സിമം നിങ്ങളോട്ട് ഉടൻ തന്നെ എത്തിച്ചിരിക്കും. ഓക്കെ, അപ്പൊ ഇത്രയായിരുന്നു നമ്മുടെ ഈ വർഷത്തെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കണക്കുകൾ. ഇത് തന്നെ ആരും പ്രതീക്ഷിച്ച കാര്യമില്ല. എന്റെ നോട്ടത്തിൽ ഇതിലൊക്കെ കൂടുതൽ പ്രയോജനം ഉണ്ടായി എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിച്ചത്. പക്ഷെ വലിയ പ്രയോജനമൊന്നും നോക്കിയിട്ട് ഇല്ല. എന്തായാലും ബാക്കി കാര്യങ്ങളൊക്കെ വരട്ടെ. നമ്മുടെ ചാനൽ എല്ലാവരും മാക്സിമം ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടനൊക്കെ എനേബിൾ ചെയ്തിടുക. നിങ്ങൾക്ക് വേണ്ട കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ഈ ചാനലിൽ കൂടെ നമ്മൾ മാക്സിമം നിങ്ങൾ എത്തിക്കും. ഒത്തിരി വാട്സപ്പിൽ മെസ്സേജസുകൾ വന്നിട്ടുണ്ട്. ഞാൻ പലതിനും അതിനുള്ള മറുപടി മാക്സിമം കൊടുത്തിട്ടുണ്ട്. പിന്നെ എല്ലാവരുടെ കോള് നമുക്ക് അറ്റൻഡ് ചെയ്യാനും പറ്റിയിട്ടില്ലായിരുന്നു. ഒത്തിരി കോളുകൾ വരുന്നുണ്ടായിരുന്നു കേട്ടോ. എന്നാലും നിങ്ങൾ മാക്സിമം നിങ്ങളുടെ കാര്യങ്ങൾ ഇടുക. ഞാൻ അതിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ട എന്തെങ്കിലും അതിന്റെ പ്രയോജനപ്പെടുന്ന രീതിയിലുള്ള നിർദ്ദേശങ്ങൾ തരാൻ പറ്റുന്നെങ്കിൽ ഉറപ്പായിട്ടും തന്നിരിക്കും. ഓക്കെ, അപ്പൊ എല്ലാവരും മുന്നോട്ട് പോവുക. പോസിറ്റീവായിട്ട് എല്ലാവർക്കും നല്ല രീതിയിലുള്ള പാസ്സാവുന്ന രീതി ആവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ബെസ്റ്റ് വിഷസ്. ഗുഡ് ബൈ.